Hello students, welcome to this channel. ഇന്ന് നമുക്ക് ഹൈപ്പർജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു, പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കി, അതുകൂടാതെ മൾട്ടിനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോർത്ത് വൺ ഹൈപ്പർജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. സോ ഹൈപ്പർജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും വലിയ ഡിഫറൻസ് ഇല്ല. ബട്ട് വൺ തിങ് ഈസ് ഇത് രണ്ടിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു റീസൺ ഉണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എപ്പോഴും സാമ്പിളിംഗ് ചെയ്യുമ്പോൾ വിത്ത് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഐറ്റംസ് ഈസ് പോസിബിൾ. സപ്പോസ് ഒരു ബോക്സിൽ നിന്ന് ഒരു ബോളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടെത്തിയതിന് ശേഷം വി ക്യാൻ റീപ്ലേസ് ദ ബോൾ ഇൻസൈഡ് ദ ബോക്സ് ആൻഡ് ദെൻ അഗെയിൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ നെക്സ്റ്റ് പ്രോബബിലിറ്റി. ബട്ട് ഇൻ ഹൈപ്പർജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ദ സാമ്പിളിംഗ് ഈസ് ഡൺ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. അതാണ് ഇതിൻ്റെ രണ്ട് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിനെ മെയിനായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്നാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൽ നമ്മൾ ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതേസമയം വിത്ത് റീപ്ലേസ്മെൻറ്റ് ആണ് പറയുന്നതെങ്കിൽ അതിൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം രണ്ടും പറഞ്ഞിട്ടില്ല എങ്കിൽ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ പ്രോബ്ലം വിത്ത് റീപ്ലേസ്മെൻറ്റ് ആൻഡ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ PDF എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. In hypergeometric distribution, the total number of items നെ നമ്മൾ പറയുന്ന നൊട്ടേഷൻ ക്യാപിറ്റൽ N ആണ്. അതിൽ നിന്ന് we need a sample of small n items. ഈ ക്യാപിറ്റൽ N denotes the total number of items. We need a sample of small n items. So ഇതിൽ നമുക്ക് n വേണം, ക്യാപിറ്റൽ N വേണം ആൻഡ് K വേണം. അപ്പോൾ ഒരു ഓബ്ജക്റ്റ് നമ്മൾ ടോസ് ചെയ്യുമ്പോഴായാലും ശരി, ഒരു ഹെഡ് ആണെങ്കിലും ശരി, ഒരു ഡൈ ആണെങ്കിലും ശരി, നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സക്സസ് എന്നും ഫെയിലിയർ എന്നും നമ്മൾ എടുക്കാറുണ്ട്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ വി ഹാവ് എ സക്സസ് ആൻഡ് എ ഫെയിലിയർ. സോ ഹിയർ let K denotes the number of success. Then what is the failure? That means n minus the success is the number of failures. So here let X denote the hypergeometric random variable. Capital X be a hypergeometric random variable. Then the hypergeometric distribution is denoted by the formula h of x comma n comma small n comma k. That means the formula is out of k select x and out of n minus k you have to select n minus x items. That means you can rewrite this as kcx into a capital N minus k c n minus x divided by out of n you have to select n items. This is the formula for this. ഇത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. So the first question is, draw 6 cards from a deck of cards. So without a replacement, what is the probability of getting 2 hearts എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So we have to take here 6 cards. അപ്പോൾ ഒരു പാക്കറ്റിൽ എത്ര കാർഡ്സ് ആണ്? We have a pack of how many cards? 52 cards. We know that, isn't it? So in that you have to select 6 cards. So total number of cards is 52 and we have to select 6 cards from this without a replacement. So it is not mentioned here this is a hypergeometric or a binomial distribution. Nothing is mentioned here. So from this we can understand that it is a hypergeometric distribution. From this word we can understand that it is a hypergeometric distribution. So without replacement എന്ന വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും it is a hypergeometric distribution. What is the probability of getting 2 hearts ആണ് ചോദിച്ചിരിക്കുന്നത്. Totally you have to select 6 cards. Then what is the favorable number of items? That means we have to select 6 cards. Out of that we have to select 2 hearts. Remaining we have to select from the remaining cards. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാർഡ് ആകുമ്പോൾ we'll be having 4 symbols in the card. That means each symbol contains 13 heart
cards. That means what are they? Heart, diamond, club, spade will be there. Heart, diamond, club and spade are the 4 different types of cards. In this pack of 52 cards, in this there will be 13 heart in there, 13 diamond, 13 club and 13 spade will be there. So you have to select 6 cards. In that 2 hearts should be from the 13 cards. So what is the condition here? The formula is, we know that from this word itself we can understand that this is hypergeometric distribution. So the formula for using hypergeometric distribution is probability of x equal to x, or you can write h of x comma n comma x n comma small n comma k. In this way manner also you can write this. The formula is out of k select x, and out of n minus c k, n minus k select n minus x items, and divided by the total number of n items select n items. So now here in this let us find out what are the items. അപ്പോൾ ഈ ഫോർമുലയ്ക്ക് വേണം എന്നുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. So what is n here? Capital N equal to 52 and little n is equal to 6. So total number of hearts is the favorable number of items. So out of n we have to select 6 items. In that 2 has to be heart and 4 can be from the remaining cards എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ what is the favorable number of items? It is the heart is the favorable. 13 is the favorable number of items. So out of the 13 we have to select 2 cards. അപ്പോൾ നമുക്ക് ഹാർട്ടിൻ്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയുള്ളത് അറിയണ്ട. അന്നേരം k എന്ന് പറയുന്നത് എന്താണ്? Let us take k to be the success. Success എന്ന് പറയുന്നത് നമുക്ക് ഹാർട്ട് നമുക്ക് വേണ്ടത് എന്താണോ അതിന് നമ്മൾ സക്സസ് ആയിട്ട് എടുക്കുന്നു. So here let k equal to നമ്മളിവിടെ 13 എന്ന് എടുക്കുന്നു. Out of the 13 we need the favorable number of items equal to how much? 2 heart. That means x is equal to 2. Let us take x equal to 2, k equal to 13, n equal to 52 and small n equal to 6. So remaining cards, how many cards are there? That means remaining, what are the remaining cards? That is total number of cards minus the favorable number of items. That means success items. So it is equal to 52 minus 13. That is equal to how much? 39. So now we can substitute this in the formula. Without the formula itself നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. എങ്ങനെ? 13ൽ നമുക്ക് എത്ര കാർഡ്സ് വേണം? 13ൽ നമുക്ക് 2 കാർഡ് വേണം. ആൻഡ് ഔട്ട് ഓഫ് ബാക്കിയുള്ള കാർഡ്സ് എത്രയാണ്? ബാക്കിയുള്ള കാർഡ്സ് നമ്മുടെ കയ്യിൽ എത്രയാണ് വരുന്നത്? 52 മൈനസ് 13 എന്ന് പറയുമ്പോൾ 39 ആണ്. ഔട്ട് ഓഫ് ദ 39 നമുക്ക് എത്ര കാർഡ്സ് ആണ് ഇനി സെലക്ട് ചെയ്യേണ്ടത്? വി ഹാവ് ടു സെലക്ട് റിമൈനിങ് 4 ഫ്രം റിമൈനിങ് 39ൽ ഇരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു 4 കാർഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഔട്ട് ഓഫ് 39 വി ഹാവ് ടു സെലക്ട് 4 കാർഡ്സ്, വിച്ച് മീൻസ് ദാറ്റ് ഔട്ട് ഓഫ് 52 കാർഡ്സ് ഇൻ ജനറൽ വി ആർ സെലക്ടിങ് ഹൗ മെനി കാർഡ്സ്? 6 കാർഡ്സ്. ഇപ്പോൾ ഇതിനെ ഫോർമുല വൈസ് ഒന്ന് റീറൈറ്റ് ചെയ്തേ. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 13ൽ 2 എടുക്കണം, അതുപോലെ 39ൽ 4 എടുക്കണം. ഓൺ ദ ഹോൾ ടോട്ടൽ 52ൽ 6 എടുക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫോർമുല പോലെ ഇതിനെ എഴുതുന്നത്? We can write it in the formula as formula is, what is the formula? K select x items and from n minus k choose small n minus x items divided by totally n select n items. That is equal to 13c2 into 52 minus 13 divided by n is 6 minus this 2 x is equal to 2. So divided by 52 select how many? 6. So therefore on simplifying you will get the answers 13c2 is given here. So what is the answer? That is equal to, on simplifying you can use calculator to find out the solution. 0.315129 is the answer. On simplifying you will get this answer. So this is hypergeometric distribution. So based on this we shall do one more problem. So ഏതൊക്കെ problem നമുക്ക് എടുക്കാം? Let us take another question. The next question is
Suppose a large urn contains 400 red marbles and 600 blue marbles. So a random sample of 10 marbles is drawn without replacement. What is the probability that exactly 3 are red? അപ്പോൾ നമ്മുടെ ടോട്ടൽ മാർബിൾസ് എന്ന് പറയുന്നത് ഹൗ മച്ച്? ദാറ്റ് ഇസ് n ഈക്വൽ ടു 400 red plus 600 blue. That means 1000 marbles. So you have to select a sample of how much? n equal to 10 marbles. Let k denote the success. What you need? Exactly 3 you need. So red is the success. So let k denotes the success. So red is the success, which means red contains how much? K equal to 400. So out of 400 we have to select how much marbles? 3 marbles. That is considered as the favorable number of items. So we are considering here the number of items to be 400. So out of the 400 we select 3. Now n minus k means 1000 minus 400 equal to 600 is the failure. Therefore we have to select a sample of how many items? We have to select a sample of 10 items. So 3 is red means remaining is 7 marbles you have to select from the failure. So now the probability is asked to find out probability of x equal to 3. Exactly 3 is asked here. Therefore h of x comma n comma n comma k, that is equal to k. Out of k select x into out of n minus k select n minus x divided by out of n you have to select n items. Now on substituting this in the formula, what do you get here? 400 you have to select 3 and n minus k equal to, what is the answer? N minus k equal to 600. So 600 I am directly substituting here. N minus x equal to 7. So 400 C3 into 600 C7 divided by totally how many number of items? Out of 10 you have to select 10 items, which on simplifying you will get 0.2155 is the required answer. Suppose here the question is given here as without a replacement, isn't it? What is the question given here? In this question it is given here without a replacement. So it is not mentioned here we have to apply the hypergeometric distribution or we have to apply binomial. Nothing is mentioned here. So in this situation we have to select what distribution? Hypergeometric distribution. Suppose if you get a chance to find out the solution using binomial distribution, that means with replacement, if this word is removed. So with replacement is allowed means what is the condition? So when you take, suppose with the replacement means what type of distribution we can apply here? We can apply binomial distribution. Then what is the PDF of the binomial distribution? That is probability of x equal to x ncx p raised to x q raised to n minus x. That means what is the probability? We want to find out p value. അപ്പോൾ probability of one red marble is equal to the success we are considering here. One will be the success and the another one will be the failure. അപ്പോൾ നമ്മളിവിടെ success എന്ന് പറയുമ്പോൾ p value, q value failure. p success ആണെങ്കിൽ q failure ആയിരിക്കും. അപ്പോൾ p value എന്താണ്? Probability of getting one red marble. Out of 400 select one, out of 1000 you select one. That means 400 by 1000 equal to 0.4. Now q equal to, we know that what is the formula? P plus q equal to 1. Therefore q equal to 1 minus p. Substituting here 1 minus p, q equal to 0.6. Now you can substitute this in this formula. 10c3 0.4 raised to 3 into 0.6 raised to 10 minus 3. On simplifying you will get 0.214990. That means our hypergeometric distribution le vanna answer endana? We got in the hypergeometric distribution the answer is 0.2155, isn't it? So now here in this distribution we are getting 0.21499, which is approximately closer to these answers. So binomial distribution sometimes gives a close answer using hypergeometric calculation also. So hypergeometric calculation ചെയ്യുമ്പോൾ ബൈനോമിയൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി രണ്ടിനും ഒരു ക്ലോസ് ആൻസർ ചില നേരത്ത് നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, നൗ
The next question number 3. So in question number 3, what is the condition is given here? അതിൽ പറഞ്ഞിരിക്കുന്നത് 6 doctors and 19 nurses. So 19 nurses attended a small conference. All the 25 names are put in a hat and 5 names are picked out without replacement. The word itself understood that it is hypergeometric distribution. What is the probability that 4 doctors and 1 nurses are picked? So total n equal to how much? It is 25. You have to select how many names? 5 names. So therefore n equal to 5. So without replacement means we use what type of distribution? Hypergeometric distribution. So probability of getting 4 doctors and 1 nurse is here. So K denotes the success, isn't it? K denotes the success. What is the success? We have to select how many items here first? 4 doctors and 1 nurse. Let us take 4 doctors to be 1 success. So K equal to how many is there? K denotes the success. Out of the 6 we have to select how many doctors? 4 doctors. That means 6C4 you have to select. Now remaining n minus K is equal to 25 minus K equal to 6. Appo 25 minus 6 etra? 19 is considered as the failure. Failure il ninnu nammal ethrayanu select cheyendathu? We have to select 19. We have to select 1 nurse. Appo the probability of getting 4 doctors, the probability of getting 4 doctors is, because why I am giving it here, the probability of getting 4 doctors എന്ന് മാത്രം ഞാനിവിടെ കൊടുക്കാൻ കാരണം എന്താ? കാരണം ഞാനിവിടെ ഡോക്ടേഴ്സിൻ്റെയാണ് ഞാനിവിടെ സക്സസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. Probability of getting 4 doctors equal to here KCX into n minus KCN minus x divided by NCN. Appo out of 6 you have to select 4 and out of 19 you have to select 1, and on the whole total out of 25 you have to select 5 items. So KC4 means 15 into 19 divided by 25C5. Therefore you are getting an answer as 0.0535. This is the answer for this question. Now suppose if there is an option that if with the replacement is permitted. So now iduvare without replacement. So this is an extra calculation. So here we are considering here, suppose the question is asked to find out with the replacement. That means what distribution you can apply here? You can apply binomial distribution. So the PDF of binomial distribution is equal to probability of x equal to x nc x p raised to x q raised to n minus x. So here probability of 1 doctor is considered as, because we are considering doctor as the success. So probability of 1 doctor means out of totally how many doctors? So we are having 6 doctors, totally 6 doctors. So out of the 6 we have to select 1 doctor. Out of the 25 we select 1. That means 6 by 25. P equal to 6 by 25. Then Q equal to 1 minus P, that is 19 by 25. Now probability of getting 4 doctors equal to n equal to what is value? Small n equal to 5, because we have to select 5 items. Out of 5 we select 4 doctors. P value is 6 by 25 raised to 4 and 19 by 25 raised to 1, which on simplifying you are getting an answer as 0.0126. But in the previous hypergeometrically നമുക്ക് കിട്ടിയ ആൻസർ എത്ര? 0.005364. ബട്ട് ഇവിടെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് വിത്ത് റീപ്ലേസ്മെൻറ്റ് കൊടുത്തപ്പോൾ ബൈനോമിയലിൽ വരുന്ന ആൻസർ 0.00126 എന്ന ആൻസർ. സംടൈംസ് യു വിൽ ബി ഗെറ്റിംഗ് വെരി ക്ലോസ് ആൻസർ, ബട്ട് സംടൈംസ് എല്ലാ ടൈമും അതുപോലെ വരണം എന്നില്ല. നെക്സ്റ്റ് ദ ക്വസ്റ്റ്യൻ നമ്പർ 4. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4ൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇതിൽ കുറച്ചൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ബോക്സസ് കണ്ടെയ്ൻ 20 items of which 10 are defective. Find the probability that no more than 2 defectives will be obtained in the sample of size 10. So what is asked to find out? Not more than 2. That means probability of x less than or equal to 2 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. x less than or equal to 2 means what is the condition? x can take a value of 0, 1 and 2, isn't it? So here നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? Is there it is mentioned here with the replacement or without replacement? Is it mentioned here? Nothing is mentioned here. നമുക്കിവിടെ തന്നിട്ടില്ല. So we can do this problem. We shall do this problem in 2 ways.
First we shall do with replacement. We can apply with replacement, that means using binomial distribution. Second, we can simplify without replacement, then the sampling can be done with a hypergeometric distribution. So according to that, probability of x equal to x, that means ncx p raised to x q raised to n minus x. Here total number of items, a sample of how many items we have to select here? We have to select a sample of 10 items. So n equal to 10. Therefore p equal to, what is given here? It is given here p is equal to the defective number of defective items is 10. So successive items alla defective items aanu തന്നിരിക്കുന്നത്. We have to find the probability for not more than 2 defectives ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് p വാല്യൂ ആയിട്ട് എടുക്കുന്നത്. That is p equal to 10 by 100 is 0.1. അപ്പോൾ q equal to എന്താണ്? 1 minus p. It is 1 minus p ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? It is 0.9. So therefore നമ്മുടെ probability of x less than or equal to 2 എന്ന് പറയുമ്പോൾ equal to 0, 1 and 2. അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 10c0 0.1 raised to 0 into p value is 0.1 and q value is 0.9 raised to 10. കാരണം 10 minus 0. Now 10c1 into n equal to 1, x equal to 1 ഇടുമ്പോൾ അപ്പോൾ 10c1 0.1 raised to 1 into 0.9 raised to 10 minus 1 plus 10c2 into, now x equal to 2 ഇടുമ്പോൾ 0.1 the whole square into 0.9 raised to 8 ആണ് വരുന്നത്. ഇത് നമുക്ക് ഓരോന്നായിട്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഓരോന്നിനെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ വരുന്ന ആൻസർ 0.9298 is the required answer on simplifying you will get. So this is the probability with a replacement. So here now we shall do the second part as without a replacement. So how will you do the without a replacement here in this? So we have to take without replacement. That means we use hypergeometric distribution. So in hypergeometric distribution, therefore we have to find out probability of x less than or equal to 2. That means which is equal to probability of x equal to 0 plus probability of x equal to 1 plus probability of x equal to 2. Ipo we can do this calculation separately or in one step also you can do this. Probability of x equal to 0 means what is the formula? We have to select here n is equal to how much? 20. K equal to, what is the favorable? It is equal to k equal to 2 and also x equal to not more than, x equal to endana value? X equal to 0. So here how will you write this? 2c0 into 20 minus 2 out of 10 nothing is selected divided by totally from 20 we select how many items? 10 items. That is, you can write it as 2c0 into 18c10 divided by 20c10. That is equal to 0.2368. Now probability of x equal to 1, that is equal to, how will you write this? Out of the 2 we have to select one item. So 2c1 into 20 minus 2 divided by 10 minus 1 divided by, out of 20 we select 10 items. That is 2c1 into 18c9 divided by 20c10. That is equal to, on simplifying, 0.5263 will be the answer. Now when x equal to 2, so p of x equal to 2 is, out of 2 we select the 2 items, 2c2 into 20 minus 2, 10 minus 2 by here 20c10. That is 2c2 into 18c8 divided by 20c10, which is equal to 0.2368 will be the answer. So therefore what is the answer for this? Probability of x less than or equal to 2. So probability of x
less than or equal to 2 is probability of x equal to 0.2368 plus 0.5263 plus 0.2368. That is equal to answer is equal to 0.9999. So therefore, by using hypergeometric distribution, we are getting the answer to be 0.99, but using binomial distribution, you will be getting an answer of 0.9298 will be the answer. So അങ്ങനെ നമുക്ക് which is also 0.9, 0.99, 0.929 എന്ന് വരുന്നുണ്ട്. Approximately closer answer വരുന്നുണ്ട്. Sometimes the answer will be closer, sometimes it will not be closer the answer. അങ്ങനെ നമുക്ക് രണ്ട് calculation ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. Okay, so we have done here 4 problems. So hope you could have understood this problem. If you have any doubts, please give me a message. Thank you.